കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടിയും ചേർത്ത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാനുള്ള മീൻ ഇതിലേക്കിടാം. കുറച്ച് മീനേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ നാളത്തേക്കും കുറച്ചൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചരികളുണ്ട്, കറി വെക്കാൻ രണ്ടും പാടാകുമ്പോൾ പിന്നെ അധികം വേണ്ടിയില്ല. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് കുറച്ച് സമയം ഉപ്പും മുളകൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. ഇനി ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കറിക്കുള്ള കൂട്ട് റെഡിയാക്കാം കേട്ടോ. പൊരിക്കാനുള്ള നമുക്ക് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അവിടെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി കറിയിലേക്ക് കൊടംപുളിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. മറ്റേ പുളിയാകുമ്പോൾ നമുക്ക് പിഴിഞ്ഞ് എടുക്കണം. ഇതിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല പുളിയും ഉണ്ടാവും. ഇത് കഴുകി ഞാൻ ഉണക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ 2 പീസ്, ഒരു വലിയ പീസ്, ഒരു ചെറിയ പീസ് മതി, 2 പീസ് ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഈ മീനിന് മല്ലിപ്പൊടി ആവശ്യമില്ല കേട്ടോ, ചെറികളിലും. അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഞാൻ കറി കലക്കുന്നതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇട്ടിട്ടുണ്ട്. അത് വെള്ളം എന്തായാലും ഞാൻ ഗ്യാസ് അടുപ്പിലല്ല കറിയൊക്കെ വെക്കാറുള്ളത്. ഗ്യാസ് അടുപ്പിലാകുമ്പോൾ നമ്മുടെ കറിയൊന്നും അങ്ങനെ വറ്റി കിട്ടത്തില്ല. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുള്ളൂ. കറി വറ്റി കിട്ടാൻ നല്ല പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ വിറകടുപ്പിൽ വെക്കുമ്പോൾ തോനെ വെള്ളം വെക്കുന്നത്. വിറകടുപ്പിലാകുമ്പോൾ വെള്ളം വേഗം വറ്റും ചെയ്യും. കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്ക് വെള്ളമൊക്കെ നന്നായി വറ്റും. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വിറകടുപ്പിൽ കറി എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം വെക്കും കേട്ടോ. ഇത് നമുക്ക് അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, ചെറിയുള്ളി ഇതൊന്നും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. കറിയിലേക്ക് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലിട്ടിട്ട് ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും, ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് കേട്ടോ, ഇതിട്ടിട്ട് അരക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടും. അതൊക്കെ ഇതാകുമ്പോൾ ഈ ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ വേറെ തന്നെ കിടക്കുള്ളൂ. ഇത് തേങ്ങയിലാകുമ്പോൾ അരഞ്ഞ് കിട്ടും. അതിലേക്ക് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ തേങ്ങയിലേക്കൊക്കെ അത് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോഴേക്ക് തേങ്ങയൊക്കെ പാകാം കേട്ടോ. തേങ്ങ അരയ്ക്കുന്നതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ആദ്യം തന്നെ ഒന്ന് ഇട്ടിട്ട് അടിച്ചതാണ്. അതിന് ശേഷം നമുക്ക് തേങ്ങയും ഉള്ളിയും അരയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി കഷ്ണമായി തന്നെ കിടക്കും. ആദ്യം തന്നെ ഇഞ്ചി അരച്ചിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും ഇട്ട് അരയ്ക്കാം. അപ്പോൾ അതേ എല്ലാം കൂട്ടി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതേ മുളക് നന്നായിട്ട് വെന്ത് കുറുകി തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മീൻ അധികം വേവില്ലാത്ത മീനാണ്. അപ്പോൾ ഒന്ന് പതച്ചാൽ മതി. കുറേ വേവിച്ചാൽ ഉടഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് തേങ്ങയും കലക്കിപ്പാറ കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പതച്ചാൽ മതി. നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. കറി പതയ്ക്കുമ്പോഴേക്ക് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് തവിടെണ്ണയാണ്. ഇത് നല്ല ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഇത് വെളിച്ചെണ്ണൊക്കെ ഇപ്പോൾ ഒരുപാട് വിലയാണ് കൊണ്ട് ഇപ്പോൾ തവിടെണ്ണയാണ് വാങ്ങാറ്. ഹെൽത്തിന് നല്ലതെന്നല്ല, കൊളസ്ട്രോൾ രഹിത എണ്ണയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. രണ്ട് ഭാഗം നന്നായിട്ട് നേരിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ പൊരിച്ചതായിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതേ കറി ആയിട്ടുണ്ട്. ഞാൻ ഇറക്കി വെച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ കറി ഇച്ചിരി വെള്ളം പോലെയായി കുറുകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഞാൻ മാറ്റിയിട്ട് കറി ഒന്നുകൂടെ ഞാൻ വറ്റിച്ചെടുത്തതാണ്. ഇനി ഈ കറി ഇതിലേക്ക് മാറ്റണം. നന്നായിട്ട് ഇങ്ങോട്ട് ഇത് അടുപ്പത്ത് വെച്ചതിന് കൂടെ നമുക്ക് ഈ ചട്ടി കഴുകിയെടുക്കണം. അതിനായിട്ട് ഈ കഷ്ണങ്ങൾ ഒഴിച്ച് വെച്ച ചട്ടിയിലേക്ക് ഈ ചാറ് ഒഴിച്ച് വെക്കണം. എന്നിട്ട് ഈ ചട്ടി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട്, പൊരിച്ചതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് റെസിപ്പി തയ്യാറാക്കി നോക്കണം. ഇത് വറവിട ആണെങ്കിൽ ചെറിയുള്ളി ഇട്ട് വറവിടാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടുക് ഉപയോഗിക്കാതെ ചെറിയുള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ അങ്ങനെ വറവിടുന്ന ഇഷ്ടമല്ല, ഇപ്പോൾ ഞാൻ വറവിടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.